രാജാവിന് സമ്മാനമായി കിട്ടിയ 2 കഴുകൻ കുഞ്ഞുങ്ങൾക്കും ഒരേ ഭക്ഷണവും ഒരേ പരിചരണവുമാണ് നൽകിയതെങ്കിലും രണ്ടിൻ്റെയും പ്രതികരണം രണ്ടായിരുന്നു. ഒന്നാമത്തേത് ഉയർന്നു പൊങ്ങി പറക്കുവാൻ തുടങ്ങി. രണ്ടാമത്തേതാകട്ടെ ഒരു ചെറുമരത്തിൽ കയറി ഒരു ചില്ലയിൽ പതുങ്ങിയിരിക്കാൻ തുടങ്ങി. രണ്ടാമത്തേതും ഉയർന്നു പറക്കണമെന്ന ആഗ്രഹത്തോടെ അതിന് ട്രെയിനിങ് കൊടുക്കുവാൻ വേണ്ടി പ്രഗത്ഭരായ പലരെയും രാജാവ് കൊണ്ടുവന്നു. ആർക്കും അതിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു കർഷകൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, പ്രഭു, ഞാനൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ആ കർഷകൻ അതിൻ്റെ ട്രെയിനിങ് ഏറ്റെടുത്തു. 2 ദിവസങ്ങൾക്കുള്ളിൽ ആ കഴുകനും പറക്കുവാൻ തുടങ്ങി. എന്ത് മാന്ത്രിക വിദ്യയാണ് ഇതിനുവേണ്ടി താങ്കൾ ഉപയോഗിച്ചതെന്ന് ആ കർഷകനോട് രാജാവ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പ്രഭു, മാന്ത്രിക വിദ്യയൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ആ കഴുകനെ നിരീക്ഷിച്ചു. അത് എപ്പോഴും ആ ഒരു ചില്ലയിൽ തന്നെയാണ് കയറിയിരിക്കാറുള്ളത്. ഇന്നലെ വൈകുന്നേരം ഞാൻ ആ ചില്ല വെട്ടിക്കളഞ്ഞു. പിന്നെ അത് പറക്കുവാൻ തുടങ്ങി. പ്രിയരെ, നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉയർന്നു പൊങ്ങി പറക്കുവാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മൾ ചേക്കേറിയിരിക്കുന്ന ചില കംഫർട്ട് സോണുകളാണ്. നമ്മുടെ ജീവിതത്തിലെ ആ കംഫർട്ട് സോണുകൾ മുറിച്ചു മാറ്റിയാൽ നമുക്കും ഉയർന്നു പറക്കാൻ കഴിയും. അതൊരു പക്ഷെ നമ്മുടെ സൗഹൃദമാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയാകാം, നമ്മുടെ ചില മോഹങ്ങളാവാം. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ചേക്കേറിയിരിക്കുന്ന ചില്ലകളെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. അത് മുറിച്ചു മാറ്റിയാൽ നമുക്കും ഉയർന്നു പൊങ്ങി പറക്കാമെന്നേ. ഗോഡ് ബ്ലെസ് യു.